അല്ലാഹ്, ശ്വാസം മുട്ടുന്നു, നെഞ്ച് വേദനിക്കുന്നു. അല്ലാഹ്, എന്താണിത്? ശ്വാസം മുട്ടുന്നു, നെഞ്ച് പൊട്ടുന്ന വേദന. ആരെങ്കിലും ഒന്ന് ഓടി വരും. എൻ്റെ പണം, എൻ്റെ ബാങ്ക് ബാലൻസ്, അതൊന്നും ഇപ്പോൾ എന്നെ സഹായിക്കുന്നില്ലല്ലോ. മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മാലാഖയാണോ ആ നിൽക്കുന്നത്? ഇല്ല, എനിക്കിപ്പോൾ മരിക്കാൻ കഴിയില്ല. ഞാൻ ആഖിറത്തിന് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. എൻ്റെ പള്ളിക്കൂടത്തിൻ്റെ പണി തീർന്നിട്ടില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഇനിയും എനിക്ക് സമ്പാദിക്കണം. അല്ല, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ എന്ത് മറുപടി പറയും? ഒരു 10 മിനിറ്റ്, വെറും 10 മിനിറ്റ് എനിക്ക് നീട്ടിത്തരുമോ? ഒരു വട്ടം കൂടി അല്ലാഹുവിൻ്റെ മുന്നിൽ എനിക്ക് തലകുനിക്കാൻ, എൻ്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ. ദുനിയാവിൻ്റെ മോഹാവലയത്തിൽപ്പെട്ട് ഞാൻ എല്ലാം മറന്നു. എൻ്റെ യഥാർത്ഥ വീട് ഈ മണ്ണിലല്ല, മണ്ണടിഞ്ഞതിന് ശേഷമുള്ളതാണ് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. സുഹൃത്തുക്കളെ, ദുനിയാവ് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഓരോ ശ്വാസത്തിലും നാം ആഖിറത്തിനെ ഓർക്കണം. കാരണം മരണം എപ്പോൾ വേണമെങ്കിലും നമ്മളെ തേടിയെത്താം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ ചാർജ് തീരുമെന്ന് പേടിച്ച് പവർ ബാങ്ക് തിരയുന്നവരാണ് നമ്മൾ. വണ്ടിയിലെ ഇന്ധനം തീരുമെന്ന് പേടിച്ച് അടുത്തുള്ള പെട്രോൾ പമ്പിനെ കുറിച്ച് വേവലാതിപ്പെടുന്നവർ. നാളത്തെ ഭക്ഷണത്തെ പറ്റിയും പടുത്തുയർത്തേണ്ട വീടിനെ കുറിച്ചും നമ്മുടെ മക്കളുടെ ഭാവി പ്രശസ്തിയെ കുറിച്ചും നമുക്ക് വലിയ കരുതലുണ്ട്. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ നാം എപ്പോഴെങ്കിലും ഒന്ന് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശ്വാസം നിൽക്കുന്ന നിമിഷം അവസാനിക്കുന്നതാണോ നമ്മുടെ ഈ ജീവിതം? നാം കൊതിച്ചു നേടിയ എല്ലാ ആഡംബരങ്ങളും പദവികളും മണ്ണിൽ ഉപേക്ഷിച്ച് വെറും കൈയോടെ സംഭവിക്കുന്ന ചില വിരോധാഭാസങ്ങളും ആഖിറത്തിനെ കുറിച്ചുള്ള ഉണർത്തലുകളുമാണ് ഞങ്ങൾ ഈ ലഘുനാടകത്തിലൂടെ അവതരിപ്പിച്ചത്. നമ്മുടെ തിരുക്കുറൾക്കിടയിൽ